നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിൽ നിർമ്മാണത്തിന്റെ ദേശീയപാത 66 6-വരിപ്പാത ഇടിഞ്ഞു വീണു. കൂരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് 6-വരിപ്പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. റോഡ് ഇടിഞ്ഞു വീണ 3 കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. 2 വാഹനങ്ങളുടെ മുകളിലേക്ക് കല്ലും മണ്ണും പതിച്ചു. കാറിലുണ്ടായിരുന്ന 4ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണും കല്ലും വീണതോടെ കാറിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറയുന്നു. ഞങ്ങൾ കാറിൽ മലപ്പുറം പോയിരുന്നു. ഞാൻ എൻ്റെ ജാസൻ പേപ്പർ സെൻ്റർ യാക്കത്ത് സാഹിബും ഞാനും എൻ്റെ നാട്ടുകാർ 2 ആൾക്കാരുണ്ട്. ഞങ്ങളൊരു ആവശ്യത്തിന് മലപ്പുറം ഓഫീസിൽ പോകേണ്ട ആവശ്യത്തിന് പോയിരുന്നു. ആ പാലം പാലത്തിൻ്റെ ഇടയിലെ നടുലുള്ള പാലം കഴിഞ്ഞ് കുറച്ചുകൂടി പോന്നിട്ടുണ്ട്. ഞങ്ങളെ മുന്നിൽ 2 കാറുണ്ട്. ആ കാറിൻ്റെ മേലിൽ നിന്ന് കല്ലും മണ്ണിലും കൂടി വീണുണ്ട്. പിന്നെ ഞാൻ കാർ നിർത്തിയപ്പോൾ കാറിൻ്റെ മുന്നിലേക്കും വീണുണ്ട്. നേരെ അപ്പോൾ തന്നെ മുന്നിലുള്ള കാറിലുള്ള സ്ത്രീകളും കുട്ടികളൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇവിടെ പോരാൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പിന്നെ റോഡിങ്ങനെ വിണ്ട് പോവാണ്. ഞങ്ങൾ കാർ ഇറങ്ങിയിട്ട് ബാക്കിൽ പോയി. ഓരോടും കൂടി തിരിച്ച് ബാക്കിൽ ഓടാൻ പറഞ്ഞു, കാറിട്ട് ഓടാൻ പറഞ്ഞു. ഈ സൈഡിലെ കൈവരി അടക്കം ഇങ്ങനെ അടർന്നിങ്ങനെ പൊട്ടണ ഒച്ചയാണ്. ഇതും ഇതേപോലെ ഇങ്ങനെ പൊട്ടിയിട്ട് ഓരോ കല്ലും വീഴുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പോകണം. അതിൽ കുറച്ച് ബാക്ക് പോയിട്ടപ്പോൾ ബാക്ക് തിരിഞ്ഞ് അവിടെ എത്തില്ലാന്ന് തോന്നിയപ്പോൾ പാടത്തേക്ക് കൈവരിൻ്റെ അപ്പുറത്തേക്ക് കമ്പ്യൂട്ടർ ചാടി, കമ്പി ചോട്ടിയാണ് ചാടി ചെറുതായിട്ട് മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ മുറിയുന്നുള്ളൂ. ഇത് ആശുപത്രി വേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കാറിൽ 4 പേരുണ്ട്. പിന്നെ കാറ് ബാക്കിയുള്ള ആൾക്കാർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ 2 കാറില്ല, ആ 2 ഫാമിലീസ് അല്ലേ അവർ മാറ്റിയിട്ടുണ്ട്. ബാക്കി എന്ത് ചെയ്തത്? ബാക്കി കണ്ടുള്ള ആളുകൾ അവർ ചാടാൻ പറഞ്ഞു. പക്ഷേ ഇത്ര ആയിട്ട് കണ്ടിട്ടാണോ അറിയില്ല. പിന്നെ ഓല് ബാക്കിൽ പോയി. പിന്നെ അപ്പുറത്ത് കുറേ കഴിഞ്ഞപ്പോൾ അവർ വിശ്വസിക്കും തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ വരെ ഓല് ഓടിക്കും. ഞാൻ പിന്നെ അങ്ങോട്ട് ചാടാനാണ് തോന്നുന്നത്. ഞാൻ കമ്പി അവിടെ ചാടി, പാടത്തേക്ക് ചാടി, ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഞാനിങ്ങോട്ട് കൂടി കയറി വന്നതാണ്. പാടത്തേക്ക് കൂടി കയറി വന്നതാണ്. അപ്പോൾ വേറെ ആൾക്കാരുണ്ടായിരുന്നു. വേറെ കൂടെ ബാക്കി നാട്ടിലെ 2 ആൾക്കാരുണ്ട്. വണ്ടിക്കാരെ പെണ്ണുങ്ങളുണ്ട്. ഓരോട് ഞങ്ങൾ ബാക്ക് കയറാൻ പറഞ്ഞു. ഒരു വണ്ടിയിട്ടാണ് ബാക്കൊക്കെ പോകുന്നതിന്. പിന്നെ ഓലവിടെ ഓലും ഞങ്ങളെ കുറച്ച് ബാക്കിലേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി. ദേശത്തിന് പോലെ ഒരു വണ്ടി പിന്നെ ലാസ്റ്റ് എടുത്തത് കേട്ടു. കോഴിക്കോട്ട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. കൂരിയാട് വളരെ ഉയരത്തിലാണ് ദേശീയപാത കടന്നു പോകുന്നത്. 6-വരിപ്പാതയിലുണ്ടായിരുന്ന മണ്ണുമാന്തി യന്ത്രമടക്കം റോഡ് ഇടിഞ്ഞതിൻ്റെ ആഘാതത്തിൽ താഴ്ന്നിട്ടുണ്ട്. റോഡിൽ വലിയ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. പാടം മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. സർവീസ് റോഡ് ഉയരമില്ല എന്ന് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു. മഴ പെയ്താൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെന്നും പരാതികളുണ്ട്. ഇവിടെ കൂരിയാട് ദേശീയപാതയിൽ പുതിയ 6-വരിപ്പാത തകർന്നിരിക്കുകയാണ്. അതായത് സർവീസ് റോഡിൻ്റെ വലിയൊരു ഭാഗം ചെരിഞ്ഞുകണ്. ഓവുചാല ഇത് പോയിക്കണം. അതായത് സർവീസ് റോഡ് താന്നു പോയിക്കണം. പിന്നെ നമ്മളെ മെയിൻ മേലക്കൂടി പോകേണ്ട ഹൈവേയും അവിടെയും ഇടിഞ്ഞു ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ഭാഗ്യത്തു നിന്നാണ് കഴിച്ചത്. വലിയൊരു അപകടം. കാരണം മേലക്കൂടി വാഹനങ്ങൾ പോലെ തുടങ്ങിയാണ്. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ആ വലിയൊരു ഭാഗ്യത്തിനാണ് അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത്രക്കും തീരെ യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്താതെയാണ് ഈ ഹൈവേ നിർമ്മാണം ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ അപകടത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഹൈവേ പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പണി തുടങ്ങി ഈ പൂർത്തീകരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് യാതൊരു ശാസ്ത്രീയമായ പരിശോധന നടത്താത്തതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന് ബന്ധപ്പെട്ടവർ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിയേണ്ടതായിരുന്നു. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾ ഊർജിതമായ അന്വേഷണം നടത്തണം. ഇതിന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ബ്രിഡ്ജിൻ്റെ തള്ളിയോട് കൂടി മണ്ണിന് തള്ളിയോട് കൂടിയുണ്ട് നന്നായിട്ട് മണ്ണ് നന്നായിട്ട് കൊണ്ട് ഇതായി എന്നിട്ട് ഈ മണ്ണ് പൊന്തിയത് ഇത് മണ്ണിട്ടല്ല അത് പൊന്തിക്കാണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഓവാലം സർവീസ് റോഡിൻ്റെ ഓവാലം മണ്ണിൻ്റെ അടിയിലാണ് അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി ഇത് പാലാണ് ഏറ്റവും സേഫ്. ഈ മണ്ണിലുള്ള പരിപാടി ഈ കട്ടച്ചാണ്ടുള്ള പരിപാടിയൊക്കെ ഒഴിവാക്കണം. നല്ല സേഫ്റ്റിയിൽ പാലം കൊണ്ടുവരണം. ഇനി അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സർവീസ് റോഡ് താഴ്ന്നതിനെ തുടർന്ന് പാടത്തെ മണ്ണ് ഉയർന്നിട്ടുണ്ട്. സർവീസ് റോഡ് ഇരുന്നതിന് പിന്നാലെ പാടത്ത് വലിയ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. അതേസമയം സ്ഥലത്ത് KP മജീദ് MLA-യും തഹസിൽദാർ, മറ്റു ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടതിനാലും റോഡ് ഇടിഞ്ഞതിനാലും വാഹനങ്ങൾ വഴിമാറിപ്പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ VK പടിയിൽ നിന്നും മമ്പുറം വഴി കക്കാട് വഴി പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.